കേരളം ബി.ജെ.പി. രാഷ്ട്രീയത്തെ തിരിച്ചറിയണമെന്ന ആഹ്വാനവുമായി എഴുത്തുകാരി എസ്. ശാരദക്കുട്ടി. നമുക്ക് കിട്ടിയ സുവർണാവസരമാണ് ശബരിമല. ബി.ജെ.പി. അധ്യക്ഷന്റെ ഈ വാക്കുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓർക്കണമെന്ന് ശാരദക്കുട്ടി ആവശ്യപ്പെട്ടു. എസ്. ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്കുണ്ടായ മുന്നേറ്റമൊന്നും ഇതുവരെ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കാതിരുന്നത് ഇവിടെ അതിശക്തമായ ഒരു ഇടതുപക്ഷ ബോധം നിലനിൽക്കുന്നതുകൊണ്ടാണ്. കടുത്ത യാഥാസ്ഥിതികവാദത്തെ ചെറുക്കുവാനും പുരോഗമനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള ശ്രമം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. ചിന്തിക്കുന്നവരുടെ ആശയങ്ങൾക്ക് അളവറ്റ പിന്തുണ നൽകുന്ന ഇടതുപക്ഷം ഇവിടെയുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ്. ഇന്ത്യയിലെ തന്നെ നമ്മുടെ മറ്റയൽ സംസ്ഥാനങ്ങളിൽ ഇക്കാലത്ത് വർഗീയ ലഹളകൾ വർദ്ധിച്ചപ്പോൾ കേരളത്തിൽ ഈ വക പ്രശ്നങ്ങൾ കാര്യമായി ബാധിക്കാത്തത് ഈ ഇടതുപക്ഷ ജാഗ്രത കൊണ്ടാണ്. ചിന്താശക്തിയുള്ള ഏതൊരാളെയും എന്നതുപോലെ പ്രതിലോമ ശക്തികളോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പമാണ് ഞാൻ. മതവർഗീയ ലഹളകൾ കേരളത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെന്നത് ഏറെ സമാധാനകരമാണ്. വിശ്വാസി അവിശ്വാസി എന്ന് പൊതുസമൂഹത്തെ വിഭജിച്ചുകൊണ്ട് ഗൂഢമായ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനും ശബരിമലയെ വൈകാരിക പ്രശ്നമാക്കി പെരുപ്പിച്ച് വലിയ വർഗീയ ലഹളയ്ക്ക് കോപ്പുകൂട്ടാനുമുള്ള സംഘപരിവാർ ശക്തികളുടെ വലുതായ ശ്രമങ്ങളാണ് ഇവിടെ നടന്നത്. നമുക്ക് കിട്ടിയ സുവർണാവസരമാണ് ശബരിമല എന്ന ബി.ജെ.പി. അധ്യക്ഷന്റെ വാക്കുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. വർഗീയ ലഹളയ്ക്കുള്ള ആ സുവർണ അവസരമാണ് നിശ്ചയദാർഢ്യം കൊണ്ടും വാക്കുകളുടെയും പ്രവർത്തികളുടെയും കൃത്യതയും സൂക്ഷ്മതയും കരുതലും കൊണ്ട് മുഖ്യമന്ത്രി നിയന്ത്രിച്ചു നിർത്തിയത്. വടക്കേ ഇന്ത്യയെ പോലെ കേരളത്തെ ചോരക്കളമാക്കുവാൻ ഉദ്ദേശിച്ചുള്ള ആ ശ്രമങ്ങൾ എല്ലാം പരാജയപ്പെട്ടത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ശക്തി വലുതായതുകൊണ്ടാണ്. മതനിരപേക്ഷവും ഏറെക്കുറെ മതജാതി ഭേദങ്ങൾക്കപ്പുറം സമത്വാധിഷ്ഠിതമായി കേരളീയ സമൂഹ ഗാത്രത്തെ സംരക്ഷിക്കുവാനും ഈ ഇടതുപക്ഷം ഇവിടെ ശക്തമായി നിലനിൽക്കണം. സമൂഹ ശരീരത്തിന് പരുക്കുകൾ ഏൽക്കാതെ കാവലിരിക്കുവാൻ നാം ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടാകണം. അത് നമ്മുടെ വലിയ കടമയാണ്. ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇടതുപക്ഷം ശരിയായ പക്ഷമാണെന്ന് തിരിച്ചറിയാൻ ഇനി വൈകിക്കൂടാ. ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി പോലും കേരളത്തിൽ നിന്ന് ജയിക്കാൻ പാടില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ സ്വാഭിമാനത്തിന്റെ വില നിർണ്ണയിക്കുന്ന അവസരമാണിത്.